നിസ, അവിടെ ഓണം മൂഡ് ആയിക്കഴിഞ്ഞു അല്ലേ? ഓണം മൂഡ് ഓണായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അവിടെ ചുറ്റും കൂടിയിരിക്കുന്നവരുടെ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാമെന്ന് തോന്നുന്നു. സൈഫു, തീർച്ചയായും ലക്ഷ്മി പത്മ, നമുക്ക് രാവിലെ മുതൽ നമ്മൾ അത്തച്ചമയത്തിന്റെ ഓരോ വൈബും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് ആദ്യത്തെ പ്രകടനം പുറത്തേക്ക് വരും. അവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്, ഗേറ്റിന് തൊട്ട് പുറത്താണ് നിൽക്കുന്നത്. അത് കാണാനായി നിരവധി പേരാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. നമുക്കത് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരാണ്. ഒരുപാട് നേരമായി. ചേച്ചി എപ്പോ വന്ന് നിൽക്കുന്നതാ? എപ്പോ വന്നത് ഇത് കാണാനായിട്ട്? 9 മണിക്ക് വന്ന് നിൽക്കുന്നതാണല്ലേ? ഉദ്ഘാടനം ഇച്ചിരി വൈകിപ്പോയി. അല്പസമയത്തിനകം തന്നെ പ്രകടനം ഇറങ്ങും. എല്ലാ വർഷവും വരാറുണ്ടോ? എവിടെ വീട്? കരിമുകളിൽ നിന്ന് വരുന്നതാണല്ലേ? ഓ, കരിമുകളിൽ നിന്നാണ്. ഇവിടെ അടുത്ത് തന്നെയാണത്. കരിമുകൾ വലിയ ദൂരമില്ല. കരിമുകളിൽ നിന്നാണ് വരുന്നത്. എവിടെ നിന്നാണ് ചേട്ടാ? നെട്ടൂരിൽ നിന്ന് വരുന്നതാണ്. എല്ലാ വർഷവും വരാറുണ്ട്. എങ്ങനെ നിങ്ങൾക്കൊക്കെ അത്തച്ചമയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഭാഗമാണോ? പണ്ടുള്ളതും ഇപ്പോൾ ഉള്ള വ്യത്യാസം എന്താ ഉള്ളത്? ഇപ്പോൾ ജനകീയമായ ശേഷം വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല അല്ലെ? ഓരോ വർഷത്തെ ഈ ഓരോ ഫ്ലോട്ടുകൾ പോകൂല, അതിനൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? എന്തെങ്കിലും പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരാറുണ്ടെന്നേ ഉള്ളൂ അല്ലേ? എങ്ങനെയുണ്ട്? കുറെ നേരം കാത്തുനിൽക്കുന്നു. ഓണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇന്ന് മുതലൊക്കെ തുടങ്ങുകയാണ്. ഇന്ന് മുതൽ തുടങ്ങുകയാണ്. നമുക്ക് ഓണം വരാറായി എന്ന് പറഞ്ഞാലും തൃപ്പൂണിത്തുറ അത്തച്ചമയം വന്നാലാണ് നമ്മൾ ആ ഓണാഘോഷത്തിന്റെ ഒരു മൂഡിലേക്ക് എത്തുള്ളൂ. അങ്ങനെയാണോ? അതിന്റെ വിളംബരമാണത്. ഓണത്തിന്റെ വിളംബരമാണ് അത്തച്ചമയം. നിങ്ങള് എല്ലാ വർഷവും വരാറുണ്ടോ അത്തച്ചമയം? ഞങ്ങൾ ഇവിടുത്തുകാർ തന്നെയാണ്. അത്തം തുടങ്ങിയ കാലം മുതൽ, ഞാൻ പഠിച്ച സ്കൂളാണിത്. ഈ അത്തം തുടങ്ങിയ കാലം മുതൽ കാണാറുള്ളതാണ്. ഇവിടുന്ന് എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരുപാട് പേരുണ്ട് രണ്ട് ഭാഗങ്ങളിലുമായിട്ട്. ഒരു സൈഡിൽ നിന്ന് ആളുകൾ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുന്നവരാണ്. ഇതാ ഒരു കുഞ്ഞു വാവയൊക്കെ ആയിട്ടൊക്കെ. കുഞ്ഞു വാവ എന്താ കാണുന്നേ? എന്താ അത്? എന്താ അത്? ആദ്യമായിട്ടാണോ? എല്ലാ കൊല്ലം വരാറുണ്ട്. അയ്യോ, അത് കടിക്കരുത്. എന്തായാലും ആദ്യമായിട്ട് വരുന്നതാണ്. കുറെ കുഞ്ഞു പാവങ്ങളുണ്ട് ഓരോ ആദ്യമായിട്ട് കാണുന്നതൊക്കെ. ഇപ്പൊ ശരിക്കും ബൈറ്റ് കിട്ടിയല്ലേ? അതെന്താ? അതെ അതെ അതെ, മൈക്കിൽ തന്നെ ഒരു ബൈറ്റ്, ഒരു കടുത്ത ബൈറ്റ്. പേരെന്താ? പേര് പറഞ്ഞു. നിഹാരയുടെ ആദ്യത്തെ അത്തച്ചമയം കാണലാണോ? ആദ്യത്തെ അല്ല, രണ്ടാമത്തെ. കഴിഞ്ഞ വർഷം കണ്ടു. ഇഷ്ടമാണോ ഇവിടെ വരാൻ? ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോകുന്നു. കൂട്ടുകാരൻ്റെ വീടായത്, അപ്പൊ അതുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് കാണാം. ബാൽക്കണിയിൽ നിന്ന് കാണാനായിട്ട് അവിടെ ഒരുപാട് പേര് കൂടി നിൽക്കുന്നുണ്ട്. ആ വീടിന്റെ ബാൽക്കണിയിലൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ എല്ലാ വീടുകളും അങ്ങനെ തന്നെയാണ്. ഈ ഓണാഘോഷവും അത്തച്ചമയമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഈ റോഡ് സൈഡിലുള്ള വീടുകളുടെ ഒക്കെ ബാൽക്കണിയിലും ഒക്കെ ആളുകൾ കയറി നിന്ന് ഇങ്ങനെ കാണും. അതാണ് ഇവിടെ കുറെ ഫ്ലോട്ടുകൾ ഇവിടെ ഉണ്ട്. നിശ്ചല ദൃശ്യങ്ങളുണ്ട്. അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ വലിപ്പമുള്ളവയാണത്. അവരൊരുങ്ങി നിൽക്കുകയാണ്. അവിടെ നിന്ന് ആദ്യ ഫ്ലോട്ടൊക്കെ വന്ന ശേഷം വേണം അവർക്ക് ഇറങ്ങാനായിട്ട്. അതിനുവേണ്ടിയുള്ള ഇതിൽ നിൽക്കുന്നതാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? മോനെ കൊണ്ടാണോ വരാറ്? അതെ അതെ. ഇഷ്ടമാണോ മോനെ? ഇഷ്ടമാണോ മോന് വരാൻ? പിന്നെ അറിയോ ഇതിനെ പറ്റിയൊക്കെ? കാണാനായിട്ട് വരാനുള്ള ഇഷ്ടം. കുറച്ചു നേരം നിന്ന് കഴിയുമ്പോ പോകും. എന്താ മോളുടെ പേര്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി അത്തച്ചമയം ആദ്യമായിട്ട് കാണാൻ വരുന്നതാണോ? അല്ല, നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? പാട്ടൊക്കെ പാടുവോ? ഒരു പാട്ട് പാടാമോ? ആണോ? ഇത് ശ്രീലക്ഷ്മിയുടെ ചേച്ചിയാണോ? ചേച്ചിയുടെ പേരെന്താ? ശ്രീദുർഗ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ല്. ഓക്കെ. ഇങ്ങനെ ഒരുപാട് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും പ്രായമായ അമ്മയുടെയും അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെ ഒക്കെ കൂടെ ഈ തീരെ കുഞ്ഞു ചെറിയ കുട്ടികളാണ് ഇത് വരുന്നത്. കാരണം ഒരു തലമുറയിലേക്കുള്ള കൈമാറ്റം കൂടിയാണ് അത്. ഓരോ അത്തച്ചമയ ആഘോഷങ്ങളും ഈ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറാണ്. ഇനി ഇവർക്ക് ഇതൊരു ശീലമാകും. ഒരുപാട് കൊച്ചുകുട്ടികൾ ഈ ആഘോഷത്തിന്റെ ഭാഗമാകാനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഓണക്കാഴ്ചകൾ അവർ കണ്ടു തുടങ്ങുകയാണ്.